നമ്മുടെ പ്രോബ്ലം എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 900 ഈസ് ടേക്കൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് പ്രൊപ്പോർഷൻ പി ഇസ് ഈക്വൽ ടു 0.62. ഫൈൻഡ് രണ്ട് ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബിലിറ്റി ഓഫ് 0.60 ലെസ് ദാൻ പി ക്യാപ് ലെസ് ദാൻ 0.64, 0.57 ലെസ് ദാൻ പി ക്യാപ് ലെസ് ദാൻ 0.67 രണ്ടെണ്ണം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. അതിന് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഇവിടെ n എന്ന് പറയുന്നത് 900 ആണ്. സാമ്പിൾ സൈസ് ലാർജ് സാമ്പിൾ ആണ്. n is equal to 100. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 30 ആണെങ്കിൽ നമ്മൾ അതിനെ ലാർജ് സാമ്പിൾ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ n is equal to 900 കിട്ടി. ഇനി p is equal to എന്താണ്? 0.62. പിയുടെ വാല്യൂ 0.62 ആണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ നമുക്കറിയാം 1ൽ നിന്ന് 0.62 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ക്യൂവിന്റെ വാല്യൂ 0.38 കിട്ടി. അപ്പൊ p കിട്ടി, q കിട്ടി, n കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് 0.60 ലെസ് ദാൻ പി ക്യാപ് ലെസ് ദാൻ 0.64. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് പ്രോബബിലിറ്റി ഓഫ് 0.60 മൈനസ് അല്ലെ 0.60 മൈനസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമുല ഇതാണ് പി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ ലെസ് ദാൻ. അപ്പൊ പി ക്യാപ്പ് എന്നുള്ള എന്തായിട്ട് മാറും? ഇസഡ് ആയിട്ട് മാറും. ലെസ് ദാൻ 0.64 മൈനസ് പി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഏതിലോട്ട് കൺവെർട്ട് ചെയ്ത്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ടർ ആവും. അതിന് നമ്മൾ എന്ത് ചെയ്തു? 0.60 മൈനസ് പി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ. ഇത് സെൻട്രലിലുള്ളത് ഇസഡ് ആയി. 0.64 മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ. അപ്പൊ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാൽ മാത്രമേ നമുക്ക് ടേബിളിൽ നോക്കിയിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കൂ. അപ്പൊ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 0.60 മൈനസ് പിയുടെ വാല്യൂ നമുക്ക് അറിയാം. എന്താണ്? 0.62 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി ക്യൂ. പിയുടെ വാല്യൂ നമുക്ക് അറിയാം 0.62 ഇൻറ്റു 0.38 ഡിവൈഡ് ബൈ എന്നിന്റെ വാല്യൂ 900 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.64 മൈനസ് പിയുടെ വാല്യൂ 0.62 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0.62 0.38 ബൈ 900. ഇനി ഈ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളതാണ്. കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിച്ചേ. ഈ വാല്യൂ കണ്ടുപിടിക്കാം. 0.60 നിന്ന് 0.62 കുറയ്ക്കാം. താഴെ ഇത് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പുറത്ത് ഒരു വാല്യൂ കിട്ടും. അത് നമുക്ക് ടേബിളിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറയാൻ സാധിക്കും. ഈ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാമോ? 0.6ൽ നിന്ന് 0.62 കുറയ്ക്കാം. എന്നിട്ട് അതിൽ താഴെ വരുന്നത് റൂട്ട് ഓഫ് 0.62 ഇൻറ്റു 0.38 ബൈ 900 ആണ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം, ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. അത് രണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടേബിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ആ വാല്യൂ എത്രയാന്ന് നോക്കിയേ. ആരെങ്കിലും ഒന്ന് പറയാമോ വാല്യൂ ചെയ്തിട്ട്? 1.25 നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് 1.24 ആണോ 25 ആണോ? 25 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ. അപ്പുറത്ത് എന്താ നോക്കിയേ? സെയിം പോസിറ്റീവ് 1.25. അപ്പൊ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് മൈനസ് 1.25 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.25 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ ചെയ്യാം, നമ്മുടെ കർവ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ നോർമൽ കർവ് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മുടെ കർവ്. ഇവിടെ മൈനസ് 1.25 ആണ്, ഇപ്പുറത്ത് 1.25 ആണ്. ഇതാണ് നമ്മുടെ ഏരിയ അണ്ടർ ദ നോർമൽ കർവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇസഡ് ഈക്വൽ ടു 0 ആണ് സെന്റർ. 0 മുതൽ 1.25 വരെ നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാന്ന് നോക്കാം. അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടേബിളിൽ നോക്കിയേ 1.25 കിട്ടുന്ന വാല്യൂ എത്രയാന്ന് നോക്കി നിങ്ങള്. ടേബിൾ നോക്കിയിട്ട് 1.25 എത്രയും വാല്യൂ നോക്കാം. അപ്പൊ നമ്മുടെ ആൻസർ ആവും. വാല്യൂ എന്ന് പറയാമോ? 1.25 വാല്യൂ എന്ന് പറയാമോ? ടേബിളിൽ നോക്കിയിട്ട് 0.3944. 0.3944 അല്ലേ? 0.3944 ശരിയാണോ?
0.397. അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 9 18 23 6 1 7. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 0.7888 അല്ലെ. 0.7888 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. പ്രോബബിലിറ്റി കിട്ടി 0.7888. അപ്പൊ ചെയ്ത പ്രൊസീജിയർ ഒക്കെ നോക്കാം. നമ്മള് ഇത് ചെയ്യാണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റിൽ പി തന്നിട്ടുണ്ട്. പി ഉപയോഗിച്ച് ക്യൂ കണ്ടുപിടിക്കാം. പിയും ക്യൂവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവെർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അത് -p/√(p(q)n). ഇത് സാമ്പിൾ പ്രൊപ്പോർഷൻ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് p/√(p(q)n) ആണ്. അപ്പൊ ഇത് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. ഇതുപോലെ തന്നെയാണ് നെക്സ്റ്റ് പ്രോബ്ലം. സെയിം ഡിറ്റോയിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് എഴുതി കഴിഞ്ഞു വിചാരിക്കണം കേട്ടോ. ഞാൻ മറ്റൊരാണ് കേട്ടോ. അടുത്ത പ്രോബ്ലം. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഈ രണ്ടാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ സെയിം ഡിറ്റോയിൽ നമുക്ക് ചെയ്യാം. വേറെ ഒരു വ്യത്യാസമില്ല. ബി പ്രോബബിലിറ്റി ഓഫ് 0.57 ലെസ് ദാൻ പി ക്യാം ലെസ് ദാൻ 0.67. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0.57 മൈനസ് p by √(pq/n) ലെസ് ദാൻ z. അങ്ങനെ ഒരു z ആവും. ലെസ് ദാൻ 0.67 മൈനസ് p ഡിവൈഡഡ് ബൈ √(pq/n). നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ഞാൻ ആൻസർ എഴുതുകയാണ്, -3.09 ലെസ് ദാൻ z ലെസ് ദാൻ 3.09 എന്നാണ് കിട്ടുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടേബിൾ വാല്യൂയിലേക്ക് നോക്കി കഴിയുമ്പോൾ 2 × 0.499 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 0.998. സെയിം ഡിറ്റോ പ്രോബ്ലം ആണ്. ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം പ്രോബ്ലം ആണ് നമ്മൾ രണ്ടാമത് ചെയ്തത്. ഇതേപോലെ തന്നെ ചെയ്ത് നമുക്ക് മറ്റൊരു പ്രോബബിലിറ്റി 0.998.